ഞാനിപ്പം തെക്കേക്കുന്നമ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് MEP സ്കൂൾ റൂട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്കൂളിൻ്റെ അതായത് മധ്യവേനൽ അവധി പിന്നെ ആണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ ഇന്ന് അടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് കുട്ടികളെ കയ്യിൽ കിറ്റൊക്കെ ഉണ്ട്. അരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വഴിക്ക് വെച്ച് ബിജോട്ടിനെ കണ്ടു. അപ്പോൾ ബിജോട്ടിനോട് ഞാൻ ഇവിടുത്തെ ലിയോ എൻ്റെ കൂടെ ബോധവൽക്കരണ ക്ലാസ്സിന് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ MEP സ്കൂളിൻ്റെ സൈഡിലൂട്ടാണ് നേരെ പോയത്. പോസ്റ്റ് ഓഫീസിലാണ്. പോസ്റ്റ് ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അവിടുത്തെ സ്റ്റെപ്പിൽ ഒരൊറ്റക്കടുത്താണ്. താഴെയുള്ളവർക്കൊന്നും മുകളിൽ കയറാനോ മുകളിലുള്ളവർക്കൊന്നും താഴെയിറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും പോസ്റ്റ് മാസ്റ്റർ എൻ്റെ കാര്യമൊന്ന് പെട്ടെന്ന് സാധിച്ചു തന്നിരുന്നെങ്കിൽ. പക്ഷേ ഓർഡറായിട്ടോ വരിയായിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്നു. ക്ഷമ കേട്ടിട്ട് ലിയോ എന്ത് ചെയ്തു, പോസ്റ്റ് ഓഫീസിൻ്റെ അകത്തേക്ക് എത്തി നോക്കി. അപ്പോൾ അവിടെയുള്ള ഏജൻറ്റുമാരും ഒക്കെ അവനെയും എത്തി നോക്കി. പോസ്റ്റ് ഓഫീസിൽ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു. പോസ്റ്റ് മാസ്റ്റർ അത്ഭുതത്തോടെ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ നായിയാണ്, ഭയപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേഗം തന്നെ എല്ലാ കാര്യവും കഴിഞ്ഞു താഴേക്കിറങ്ങുമ്പോൾ ഇവനെ ഭയന്നുകൊണ്ട് താഴെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും മുകളിലേക്ക് കയറിപ്പോയി. പെട്ടെന്നാണ് ഒരു പാവം മെലിഞ്ഞിന് അതിൻ്റെ എല്ല് വരെ കാണുന്ന ഒരു നായി പെട്ടെന്ന് ഇവനെ കണ്ട് ലോകിയൊക്കെ പറയുന്നത്. അത് എന്നെ വലിയ അത്ഭുതപ്പെടുത്തി. പിന്നെ ലിയോ എൻ്റെ കൂടെ ബാലംബശ്ശിറ പീടിക പണ്ട് നിലനിന്നിരുന്ന സ്ഥലത്ത് അങ്ങനെ EMS റോഡിലൂടെ നടന്ന് നമ്മൾ മെയിൻ റോഡിലൂടെ സർവീസ് റോഡിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പലരും നോക്കുന്നുണ്ടായിരുന്നു. നോക്കുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു, എൻ്റെ നായിയാണ്. അവരെല്ലാവരും ധാരണ എന്തെന്ന് വെച്ചാൽ ഒരു നായി പിറകെ വന്ന് എന്നെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും നായി അംഗീകരിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു വല്ലാത്തൊരു ജീവിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് നമ്മളെ വീട്ടിൽ പോറ്റുന്നതും ആണെങ്കിലും തെരുവിലാണെങ്കിലും എല്ലാം എനിക്ക് സ്നേഹം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുളത്തിൻ്റെ ബസ് സ്റ്റോപ്പിൽ എനിക്ക് മാരിയമ്മൻ കോവിലിൽ പോകേണ്ടിയിട്ട് ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. അവനും എൻ്റെ കൂടെ ബസ് കാത്ത് നിന്ന്. പക്ഷേ ബസ് വന്നപ്പോൾ ഞാൻ മാത്രം കയറിപ്പോയി. ഇവനും ഒരു കയറാൻ ശ്രമം നടത്തി.